വളരെ നോർമലൈസ് ചെയ്ത ഒരു സാമൂഹിക തിന്മയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. എന്തിനും ഏതിനും മുസ്ലിങ്ങൾ അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ അതിന് സാമൂഹിക അംഗീകാരം കിട്ടും. ഇസ്ലാമോഫോബിയ സ്വാഭാവികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ പുതിയ കാല നവോത്ഥാന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കലാണ്. ഈ ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ മുസ്ലിങ്ങളോട് സാമൂഹികമായും രാഷ്ട്രീയമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്. അങ്ങനെ മുസ്ലിങ്ങളോട് സാമൂഹികമായും രാഷ്ട്രീയമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വംശീയ ഉള്ളടക്കമുള്ള ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ നേതാക്കൾക്കും ഇവിടുത്തെ സാംസ്കാരിക നായകർക്കും ഇവിടുത്തെ സാഹിത്യകാരന്മാർക്കും ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും സാധിക്കുമോ എന്ന രണ്ട് പ്രതീകങ്ങളെ വിദ്യാർത്ഥികളായി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും ഇന്ത്യയിലെ ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ജനിച്ചിട്ടുള്ള ആളുകളാണ്. ഹല്ലലയുടെ ഒരു ചരിത്രം പറയുന്നേരം അതും വളരെയധികം വർഷങ്ങൾക്ക് പിറകിലുള്ള ഒരു ചരിത്രമാണ്. പക്ഷെ ഇത് രണ്ടും പൊതുവായി പങ്കുവെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അസ്ലഹ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ നിങ്ങൾ തന്നെ ഹല്ലലയുടെ ചിത്രം ഈ സ്റ്റേജിൽ ഹല്ലലയുടെ ചിത്രമുണ്ട്. ആ ചിത്രങ്ങളിലൊക്കെയും ഹല്ലലയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ആ കാർട്ടൂൺ കഥാപാത്രം രണ്ട് കൈകളും പിറകിലേക്ക് മടക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഹല്ലല ഇങ്ങനെ രണ്ട് കൈകളും പിറകിലേക്ക് മടക്കി വെച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ആ കാർട്ടൂൺ കഥാപാത്രത്തിന് രൂപം നൽകിയിട്ടുള്ള അതിന്റെ കാർട്ടൂണിസ്റ്റ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അതൊരു നിരാകരണമാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നത് റിജക്ഷൻ ഓഫ് ഔട്ടർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫലസ്തീൻ വിഷയത്തിന്റെ കാര്യത്തിൽ അമേരിക്കയും അതേപോലെ തന്നെ ഐക്യരാഷ്ട്ര സംഘടനയും ഒക്കെ മുന്നോട്ട് വെക്കുന്ന പലതരം പരിഹാര മാർഗങ്ങൾ, ആ പരിഹാര മാർഗങ്ങളെയൊക്കെ വളരെ ശക്തമായി നിരാകരിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഹല്ലല ഇങ്ങനെ ആ കുട്ടി രണ്ട് കൈകളും ഞാനിതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിറകിലേക്ക് കെട്ടിവച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ആ നിരാകരണം പുതിയ കാലത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഫലസ്തീൻ വിഷയത്തിൽ ഫലസ്തീനിലെ ഹമാസ് ആയാലും ഫലസ്തീനികളായാലും ഈ പറയുന്ന നിരാകരണം വളരെ ശക്തമായിട്ട് തന്നെ അവർ തുടരുന്നതായിട്ട് കാണാൻ പറ്റും. ഐക്യരാഷ്ട്ര സംഘടനയായാലും അമേരിക്കയായാലും അല്ലെങ്കിൽ ഇസ്രായേൽ ആയാലും അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാജ്യങ്ങളായാലും അവരൊക്കെ ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് മുമ്പും സംസാരിച്ചത്, ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പരിഹാരത്തിന് ഞങ്ങളില്ല എന്ന വളരെ ശക്തമായ നിലപാട് ഫലസ്തീനിലെ വിവിധ പോരാളി സംഘടനകൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഇതേ നിരാകരണത്തിന്റെ രാഷ്ട്രീയം ബാബരി മസ്ജിദിനുമുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാബരി മസ്ജിദ് ഒരു കെട്ടിടം, കല്ലും ഇഷ്ടികയും വെച്ച് ഉണ്ടാക്കിയ ഒരു കെട്ടിടം ഇന്ന് നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെ ഒരു കെട്ടിടം ഇന്ന് ഭൂമിയിലില്ല. 92 ഡിസംബർ 6 ആ മസ്ജിദ് ഇന്ത്യയിലെ ഹിന്ദുത്വ ഭീകരവാദികൾ തകർക്കുകയുണ്ടായി എന്ന് മാത്രമല്ല, ഇപ്പോൾ മസ്ജിദ് നിലനിന്നിരുന്ന ഭൂമിയിൽ ഒരു വിവാദ ക്ഷേത്രം പടുത്തുയർത്തിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഭൗതികാർത്ഥത്തിൽ ഈ കാണുന്ന കെട്ടിടം പോലെ അപ്പുറത്ത് കാണുന്ന കെട്ടിടം പോലെ ഒരു കെട്ടിടം എന്ന അർത്ഥത്തിൽ, ഒരു നിർമ്മിതി എന്ന അർത്ഥത്തിൽ ബാബരി മസ്ജിദ് ഇന്ന് ഭൂമിയിലില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട നിയമ വ്യവഹാരങ്ങൾ അതിപ്പോ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നിലനിൽക്കുന്നില്ല.
ആദ്യം കേസ് പരിഗണിച്ചിട്ടുള്ള അലഹബാദ് ഹൈക്കോടതി ആകട്ടെ, പിന്നീട് കേസ് പരിഗണിച്ചിട്ടുള്ള സുപ്രീം കോടതി ആകട്ടെ, ഈ രണ്ട് കോടതികളും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് വലിയ അനീതി കാണിച്ചുകൊണ്ട് ആ ഫയലുകൾ ക്ലോസ് ചെയ്യുകയുണ്ടായി. ഇനി അതിനപ്പുറം മസ്ജിദ് തകർത്ത കേസിൽ RSSന്റെയും BJPയുടെയും നേതാക്കളെ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനം ശിക്ഷിച്ചോ എന്ന് ചോദിച്ചാൽ അതും ശിക്ഷിച്ചില്ല. അത് പരിഗണിച്ചിട്ടുള്ള ലക്നൌവിലെ പ്രത്യേക CBI കോടതിയൊക്കെ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിലെ മുഴുവൻ പ്രതികളെയും വെറുതെ വിടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ഭാഷയിലും അതിപ്പോ നിലനിൽക്കുന്നില്ല. ഒരു കെട്ടിടം എന്ന അർത്ഥത്തിലും ബാബരി നിലനിൽക്കുന്നില്ല. നിയമത്തിന്റെ കോണിലൂടെ നോക്കിയാൽ അങ്ങനെയും ബാബരി നിലനിൽക്കുന്നില്ല. ഇനി രാഷ്ട്രീയമായി നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ബാബരി മസ്ജിദിനെ കുറിച്ച് ഇനി അങ്ങോട്ട് സംസാരിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു പാർട്ടിയും ഇന്ത്യയിൽ ബാബരിയെ കുറിച്ച് സംസാരിക്കാനും പോകുന്നില്ല. അത് കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ. ബാബരി മസ്ജിദ് തകർത്ത ഭൂമിയിൽ പണിത രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് വലിയ ചർച്ച എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ആ പരിപാടിയിലേക്ക് ഇന്ത്യൻ പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. ആ വിവാദ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പ്രസിഡന്റിനെ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു. അങ്ങനെ സാങ്കേതികമായ ചർച്ച. എന്നാൽ അതേസമയം ബാബരി മസ്ജിദിന്റെ യഥാർത്ഥ രാഷ്ട്രീയം ഇത്തരം സാങ്കേതിക രാഷ്ട്രീയ ചർച്ചകളല്ല എന്നും ഇന്ത്യയിലെ 20 കോടിയിൽ പരം വരുന്ന മുസ്ലിം സമൂഹത്തോട് ഇവിടുത്തെ എക്സിക്യൂട്ടീവും ഇവിടുത്തെ ലെജിസ്ലേച്ചറും ഇവിടുത്തെ ജുഡീഷ്യറിയും ഇവിടുത്തെ ബഹുഭൂരിഭാഗം വരുന്ന മാധ്യമങ്ങളും കാണിച്ചിട്ടുള്ള നീതി നിഷേധത്തിന്റെ രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതുമാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പൊതുവായ നിലപാട് എന്ന് പറയുന്നത്. മുസ്ലിം സംഘടനകളുടെ എന്നല്ല, ഇന്ത്യയിലെ മൊത്തം പൊതു മുസ്ലിം സമൂഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നത്. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് SCOയെ പോലെയുള്ള സംഘടനകൾ ആ നിലവിലില്ലാത്ത ബാബരി മസ്ജിദിനെ കുറിച്ചും അതിന്റെ നിയമവശത്തെ കുറിച്ച് അതിന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ഹൻലല എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്, സമൂഹ മധ്യേ നിങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ നിരപേക്ഷമായി ചോദിക്കുന്ന സുഹൃത്തുക്കൾ ഒരു പക്ഷേ ഉണ്ടാവും. അവിടെയാണ് ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രസക്തിയെ കുറിച്ച് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. നേരത്തെ അസ്ലഹ് ഇവിടെ വംശീയതയെ കുറിച്ച് പറയുകയുണ്ടായി. നമ്മളൊക്കെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ നമ്മുടെ സുരക്ഷയും നമ്മുടെ അവകാശങ്ങളും കാത്തു സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ട നിരവധി സംവിധാനങ്ങളുണ്ട്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്, ഇവിടെ നിയമങ്ങളുണ്ട്, ഇവിടെ പോലീസുണ്ട്, ഇവിടെ നിയമനിർമ്മാണ സഭകൾ എന്നറിയപ്പെടുന്ന നിയമസഭയും ലോകസഭയും രാജ്യസഭയും ഉണ്ട്. ഇവിടത്തെ മതന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മൈനോറിറ്റി കമ്മീഷനുകളുണ്ട്. ഇവിടെ വളരെ ബൃഹത്തായ കോടതി സംവിധാനങ്ങളുണ്ട്. ഇവിടെ എല്ലാ 5 വർഷം കൂടുമ്പോഴും മിനിമം 3 തവണ വോട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഒരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യത്ത് ആണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ രാജ്യവും ഇവിടുത്തെ സംവിധാനങ്ങളും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നേർക്കുനേരെയുള്ള ഒരു ഉത്തരമായിട്ട് ബാബരി വിഷയത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആ മസ്ജിദിന് നേരെ നിരന്തരം ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അത് സംരക്ഷിക്കുവാൻ കോൺഗ്രസ് സർക്കാരിന് സാധിച്ചില്ല. നരസിംഹറാവു എന്ന് പറയുന്ന നരസിംഹറാവുവിനെ അടുത്ത് ഭാരതരത്ന കൊടുക്കുകയുണ്ടായി. LK അദ്വാനിക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും നരസിംഹറാവുവിനും കൊടുക്കണമെന്നുള്ളത് നീതിപൂർവകമായ ഒരു കാര്യം തന്നെയാണ്. കാരണം BJPയുടെ അന്നത്തെ എല്ലാ അജണ്ടകൾക്കും കൂട്ടുനിന്ന കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രിയായിരുന്നു യഥാർത്ഥത്തിൽ നരസിംഹറാവു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള മതേതര പാർട്ടികൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് നീതി കാണിച്ചിട്ടുണ്ടോ? നീതി കാണിച്ചിട്ടില്ല. ഇവിടുത്തെ പോലീസ് സംവിധാനം
ഇവിടുത്തെ മാധ്യമ സംവിധാനങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് നീതിപൂർവകമായിട്ടാണോ നിലപാടെടുത്തിട്ടുള്ളത്? അല്ല. ഏറ്റവും അവസാനം നമ്മൾ സാധാരണ പറയാറുണ്ട് നീതിയുടെ പൊൻകിരണങ്ങൾ എന്ന് കോടതികളെ കുറിച്ച് പറയാറുണ്ട്. അബ്ദുൽ നാസർ മഅ്ദനി അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് പലപ്പോഴും പരോള് കിട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പം പലപ്പോഴും അദ്ദേഹം മുമ്പ് പങ്കുവച്ചിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് നീതിയുടെ പൊൻകിരണത്തിൽ വിശ്വാസമുണ്ട് എന്നുള്ളതായിരുന്നു. അദ്ദേഹം ഇപ്പോഴും ആ നീതിയുടെ പൊൻകിരണം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. അപ്പൊ ആളുകൾ നീതിയുടെ അവസാന ആശ്രയ കേന്ദ്രമായി കാണുന്നത് എന്തിനെയാണ്? അത് കോടതികളെയാണ്. പക്ഷെ ഇന്ത്യയിലെ കോടതി സംവിധാനം പോലും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് എന്താണ് കാണിച്ചത്? അത് ലക്നൗ പ്രത്യേക CBI കോടതിയാകട്ടെ, അത് അലഹബാദ് ഹൈക്കോടതിയാകട്ടെ, അത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ഇന്ത്യയിലെ പരമോന്നത കോടതിയായിട്ടുള്ള സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആകട്ടെ, എന്താണ് ഈ വിഷയത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തോട് കാണിച്ചത് എന്ന് ചോദിച്ചാൽ അത് പച്ചയായ നേർക്കുനേരെയുള്ള നീതി നിഷേധമാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. അപ്പൊ ലെജിസ്ലേച്ചർ പോകുന്ന വഴിക്ക്, എക്സിക്യൂട്ടീവ് പോകുന്ന വഴിക്ക്, ഇവിടുത്തെ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന മാധ്യമങ്ങൾ പോകുന്ന അതേ വഴിക്ക് തന്നെ ജുഡീഷ്യറിയും സഞ്ചരിച്ചു. മറുഭാഗത്ത് ഇന്ത്യയിലെ ഈ വലിയ മതന്യൂനപക്ഷ വിഭാഗം ഭീകരമായ അനീതിക്കിരയായി. എന്നിട്ട് അവിടെ നിന്നോ എന്ന് ചോദിച്ചാൽ അവിടെ നിന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന നിയമവ്യവഹാരമാണ് ഗ്യാൻവാബി മസ്ജിദ് നിയമ പോരാട്ടം എന്ന് പറയും. അതിൽ കോടതി എടുത്ത സമീപനം എന്താണ്? അതിൽ ഇവിടുത്തെ ആരാധനാ സംരക്ഷണ നിയമത്തെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് തർക്കമുന്നയിക്കപ്പെട്ട ഗ്യാൻവാബി മസ്ജിദിനകത്ത് സർവേ നടത്തുവാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് അനുമതി കൊടുത്തത് ഈ കഴിഞ്ഞ വർഷത്തിലാണ്. അപ്പൊ ഇവിടുത്തെ നിയമങ്ങൾ പോലും സാമാന്യമായി നോക്കുവാനോ അത് പാലിക്കുവാനോ ഇന്ത്യയിലെ കോടതി സംവിധാനങ്ങൾ, അവിടുത്തെ ന്യായാധിപന്മാർ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നിടത്താണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയമായ മുന്നോട്ട് പോക്കിനെ സംബന്ധിച്ചും അവർ പടുത്തുയർത്തേണ്ട ഒരു പൊളിറ്റിക്സിനെ കുറിച്ചും പ്രിയമുള്ളവരെ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്. ഇത് സംഘപരിവാറിന്റെ മാത്രം പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ അല്ല. തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ NDA മുന്നണിയും BJPയും RSSും ഒക്കെ ഒരു ഭാഗത്തുണ്ടാകും, മറുഭാഗത്ത് ഇന്ത്യ മുന്നണി, അതിൽ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മുസ്ലിം ലീഗ്, BSP, RJD, DMK, ഇങ്ങനെ കുറെ പാർട്ടികൾ ഇപ്പുറത്തുണ്ടാവും. അവർ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നു, ജയിക്കുന്നു, തോൽക്കുന്നു, ഇതൊക്കെ വേറെ കാര്യം. പക്ഷെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇസ്ലാമോഫോബിയ എന്ന, മുസ്ലിം വിരുദ്ധത എന്ന വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ നോക്കിക്കാണുന്നിടത്ത് ഈ മതേതര പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന് പറയപ്പെടുന്ന കോൺഗ്രസ് മുതൽക്കുള്ള പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള പാർട്ടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ചും അവർ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകുമ്പോൾ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒരു അകൽച്ച പാലിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്തരം പാർട്ടികൾ. കേരളം പോലും അതിൽ നിന്ന് ഒഴിവല്ല. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ചു, കേരളത്തിൽ വർഗീയ പാർട്ടികൾ എന്ന തെറിവിളി കേൾക്കാൻ വിധിക്കപ്പെട്ട പാർട്ടികൾ ഏതൊക്കെയാണ്? BJP എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടി എന്നതിനപ്പുറം ഒരു വംശീയ പാർട്ടിയാണ്. RSSന്റെ ഐഡിയോളജിയാണ് BJP നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വർഗീയതക്കപ്പുറത്തുള്ള വംശീയ ഉള്ളടക്കമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതങ്ങോട്ട് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ വർഗീയ പാർട്ടി എന്ന് ഇവിടത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടികൾ ഏതാണ് എന്ന് നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ അത് 5 പാർട്ടികളാണ്. മുസ്ലിം ലീഗ് പലപ്പോഴും ഇവിടെ വർഗീയ പാർട്ടി എന്ന തെറിവിളി കേൾക്കാൻ വിധിക്കപ്പെട്ട പാർട്ടിയാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന PDP, മഅ്ദനിയുടെ പാർട്ടി, അവർ പലപ്പോഴും വർഗീയ പാർട്ടി എന്ന തെറിവിളി കേട്ടിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ, ഒരുപാട് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ഇടതുമുന്നണിയിലേക്ക് പ്രവേശനം കിട്ടിയിട്ടുള്ള INL എന്ന പാർട്ടി, INLലേക്ക് എന്തുകൊണ്ടാണ് ഇടതുമുന്നണി ആദ്യകാലത്ത് പ്രവേശനം കൊടുക്കാത്തത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ മതേതരത്വം തെളിയിക്കൂ എന്നാണ് അവരോട് CPM പറഞ്ഞുകൊണ്ടിരുന്നത്. അവരും വർഗീയ പാർട്ടി എന്ന തെറിവിളി കേട്ടിട്ടുള്ള പാർട്ടിയാണ്. പിന്നീട് കേരളത്തിൽ രൂപീകരിക്കപ്പെട്ട 2 പാർട്ടികളാണ് വെൽഫെയർ പാർട്ടിയും SDPI. ഈ 2 പാർട്ടികളും അന്നും ഇന്നും വർഗീയ പാർട്ടി എന്ന തെറിവിളി കേട്ടുകൊണ്ടേയിരിക്കുകയാണ്.
അപ്പൊ മുസ്ലിം ലീഗ്, PDP, INL, വെൽഫെയർ പാർട്ടി, SDPI, ഈ പാർട്ടികളുടെ പൊതുവായ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ധാരാളമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടികളാണ് ഈ പാർട്ടികൾ എന്ന് പറയുന്നത്. ഞാൻ വേറൊരു പാർട്ടിയുടെ പേര് പറയാം. നിങ്ങൾ തെക്കൻ കേരളത്തിലേക്ക് പോയാൽ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ ക്രൈസ്തവ സഹോദരങ്ങൾ ധാരാളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണത്. ആ പാർട്ടിയെ കോടിയേരി ബാലകൃഷ്ണനോ MP ഗോവിന്ദൻ മാഷോ പിണറായി വിജയനോ VS അച്യുതാനന്ദനോ ഉമ്മൻചാണ്ടിയോ AK ആന്റണിയോ ആരെങ്കിലും ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉത്തരേന്ത്യയിൽ പോയാൽ യാദവ OBC കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ധാരാളമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് സമാജ്വാദി പാർട്ടി. ബഹുജൻ ദലിത് കമ്മ്യൂണിറ്റികളിൽപ്പെട്ടവർ ധാരാളമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടി, മായാവതിയുടെ BSP. എന്തിനധികം നിങ്ങൾ നോക്കൂ, ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയുടെ പേര് ശിവസേന ബ്രാക്കറ്റിൽ UBT എന്നാണ്. ശിവസേന ഉദ്ധവ് ബാൽ താക്കറെ എന്ന പാർട്ടി. എന്താണ് ആ പാർട്ടിയുടെ ആദർശം? മറാത്ത വംശീയതയാണ്. ആ പാർട്ടിക്ക് പോലും മതേതരത്വ സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയിലേക്ക് ചേർക്കുവാൻ ഈ പറയപ്പെട്ട മതേതര ജനാധിപത്യ പാർട്ടികൾക്ക് യാതൊരു മടിയും ഇല്ലാതിരിക്കുകയാണ്. മുസ്ലിം സമൂഹം ഏതെങ്കിലും അർത്ഥത്തിൽ സ്വയം നിർണയിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അവരെ വളരെ പെട്ടെന്ന് തന്നെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണത കേരളത്തിനകത്തും പുറത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത്തരം പാർട്ടികളോട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ നിലപാട് പുനഃപരിശോധിക്കണമെന്ന് തന്നെയാണ്. നിങ്ങളെയും നയിച്ചുകൊണ്ടിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ ഏറിയോ കുറഞ്ഞോ ആയ അളവിലുള്ള ഇസ്ലാമോഫോബിയ തന്നെയാണ്. അതിന്റെ പലതരം ഉദാഹരണങ്ങൾ കേരളത്തിലടക്കം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ച എന്തായിരുന്നു? അത് വടകര മണ്ഡലത്തിലെ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ആ വിവാദത്തിൽ ആരാണ് പ്രതിസ്ഥാനത്തുള്ളത്? അത് സംഘപരിവാറിനെതിരെ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, CPIM ആണ്. അവരുടെ യുവജന സംഘടനയായിട്ടുള്ള DYFIയുടെ വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റാണ് റിബേഷ് രാമകൃഷ്ണൻ എന്ന പേരുള്ള ഒരു സഖാവിനാണ് ഇപ്പോൾ അവസാനം അന്വേഷണം എത്തി നിൽക്കുന്നത്. പിന്നീട് PV അൻവർ MLA എന്ന പേരുള്ള കേരളത്തിലെ ഇടതുപക്ഷ സഹകാരിയായിട്ടുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ, ആ വെളിപ്പെടുത്തലുകളിൽ പുറത്തു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കേരളക്കര ഇത്രയും കാലത്തോളം സൂക്ഷിച്ചു വെച്ച സംഘവിരുദ്ധ രാഷ്ട്രീയം, എത്ര കളി കളിച്ചിട്ടും കേരളത്തിൽ ഒരു MLA MP സൃഷ്ടിക്കുവാൻ സംഘപരിവാറിന് സാധിച്ചിരുന്നില്ല. പക്ഷെ ആദ്യമായി അവർ അക്കൗണ്ട് തുറന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. ഇപ്പോൾ അതിന്റെ പിറകിൽ CPM-ഉം RSS-ഉം തമ്മിലുള്ള പല കളികളും നടന്നതായിട്ട് വെളിപ്പെടുത്തുന്നത് പ്രതിപക്ഷത്തിന്റെ MLA അല്ല, ഭരണപക്ഷത്ത് തന്നെയുള്ള നേതാക്കളാണ്. അപ്പൊ ഈ പറയപ്പെടുന്ന CPM പോലെയുള്ള പാർട്ടികളുടെ സംഘവിരുദ്ധ രാഷ്ട്രീയത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന ചോദ്യമാണ് ഇപ്പൊ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ CPM-ന്റേതും കോൺഗ്രസിന്റേതും അടക്കമുള്ള മതേതര പക്ഷത്ത് നിലയുറപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും അവരുടെ തന്നെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി പലപ്പോഴും ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തെ കണ്ണടച്ചാൽ ആ യാഥാർത്ഥ്യത്തെ നമുക്ക് കാണാതിരിക്കാനാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നമ്മൾ അത്ര കേട്ടിട്ടില്ലാത്ത ഒരു പദപ്രയോഗമാണ്. ഇസ്ലാമോഫോബിയ പലപ്പോഴും രണ്ട് രീതിയിൽ വിശദീകരിക്കാറുണ്ട്. ആളുകൾ കേൾക്കാൻ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്, നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല, ഇസ്ലാമോഫോബിയ എന്താ സാധനം എന്ന് ചില ആളുകളെങ്കിലും ചോദിക്കും. പണ്ട് ഡൽഹിയിൽ അവിടുത്തെ JNU-വിലെയും മറ്റു യൂണിവേഴ്സിറ്റികളിലെയും SFI-ക്കാര്, SIO അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളിലുള്ള ആളുകൾ ഇസ്ലാമോഫോബിയയെ പറ്റി പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താണ് ഇസ്ലാമോഫോബിയ? അതൊരു അക്കാഡമിക് ജാർഗൺ മാത്രമല്ല. അക്കാഡമിക് ജാർഗൺ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു സംഗതി. നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് പച്ചക്ക് അവർ പറയുക. പക്ഷെ ഇന്ന് SFI DYFI-ക്കാർ ഇസ്ലാമോഫോബിയ എന്നൊക്കെ അവരുടെ പ്ലക്കാർഡുകൾ എഴുതി തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യം. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഗൗരവപ്പെട്ട ഒരു വിഷയമായിട്ട് നമ്മൾ അംഗീകരിക്കണം. അതിന്റെ ഒന്നാമത്തെ തലം എന്താന്ന് പറഞ്ഞാൽ മുസ്ലിമുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ഭീകരമായിട്ട് കാണുക, അതിനെ പ്രശ്നവൽക്കരിക്കുക, അതിനോടുള്ള ഒരു വിദ്വേഷവും ഒരു വെറുപ്പും സമൂഹത്തിൽ ഉൽപ്പാദിപ്പിക്കുക.
ഉദാഹരണത്തിന് ബിരിയാണി. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തകൻ കാണുമ്പോൾ അറപ്പുളവാക്കുന്ന ഒരു പദപ്രയോഗമാണ് മന്തി, കുഴിമന്തി എന്ന് അദ്ദേഹം ഈ അടുത്ത് പറഞ്ഞിട്ട് വലിയ പുലിവാല് പിടിക്കുകയുണ്ടായി. മുസ്ലിങ്ങളുടെ വേഷവിധാനം, അതിൽ തൊപ്പിയുണ്ട്, ഹെഡ്സ്കാഫ് ഉണ്ട്, ശിരോവസ്ത്രമുണ്ട്. മുസ്ലിങ്ങളുടെ മുഖത്ത് വളരുന്ന താടിരോമങ്ങൾ, മുസ്ലിങ്ങളുടെ വേഷവിധാനങ്ങൾ, മുസ്ലിങ്ങളുടെ പദപ്രയോഗങ്ങൾ, അങ്ങനെ മുസ്ലിംനെസ്സുമായി ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ. അതുകൊണ്ടാണ് കെ സുരേന്ദ്രൻ എന്ന BJPയുടെ നേതാവ് തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടിയിൽ വെച്ചിട്ട് മുസ്ലിങ്ങൾ ഭക്ഷണത്തിലേക്ക് തുപ്പുന്നു, ആ തുപ്പിയ ഭക്ഷണത്തെയാണ് ഹലാൽ എന്നവർ വിളിക്കുന്നത് എന്ന പച്ചക്കള്ളം സമൂഹത്തിൽ വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കേരളത്തിൽ വെച്ച് പ്രസംഗിച്ചത്. തുപ്പിയ ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം, അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണം. അപ്പൊ മുസ്ലിം സമൂഹത്തിന്റെ ഭക്ഷണ രീതി അടക്കമുള്ള സംഗതികളെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു ഏർപ്പാട്. ഇതൊരു ഭാഗത്ത് ഇസ്ലാമോഫോബിയയുടെ ഒന്നാമത്തെ ഒരു രീതിയാണെങ്കിൽ, രണ്ടാമത്തെ രീതി നേരത്തെ പറഞ്ഞ രീതിയിൽ മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ സംഘാടനങ്ങളെ പൂർണ്ണമായി നിരോധിക്കുക. മുസ്ലിം സമൂഹം രാഷ്ട്രീയം പറയാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടി CPM പറഞ്ഞോളും, നിങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് പറഞ്ഞോളും, നിങ്ങൾക്ക് വേണ്ടി അവരൊക്കെ പറഞ്ഞോളും. നിങ്ങൾ സ്വയം രാഷ്ട്രീയം പറയാൻ പാടില്ല. നിങ്ങൾ സ്വയം രാഷ്ട്രീയം പറഞ്ഞാൽ അത് വർഗീയ രാഷ്ട്രീയമാണ്. ഈ ഷർത്ത് വേറെ ആർക്കും ആപ്ലിക്കബിളും അല്ല. ഈ രീതിയിൽ കേരളത്തിൽ ഒരു ക്രൈസ്തവ മതമേലധ്യക്ഷനാണ് കഴിഞ്ഞ കാലത്ത് ഈ നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുന്നു എന്ന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത്. സർക്കാർ അന്വേഷിക്കട്ടെ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ അതിന്റെ നടപടികൾ സർക്കാരാണ് സ്വീകരിക്കേണ്ടത്. എല്ലാ മുസ്ലിം സംഘടനകളും കേരളത്തിലെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒന്നുണ്ടോ കേരളത്തിൽ? കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദി എന്നൊരു ഏർപ്പാട് നിലവിലുണ്ടെങ്കിൽ പിണറായി വിജയനാണല്ലോ ഭരിക്കുന്ന, അദ്ദേഹം നടപടി സ്വീകരിക്കട്ടെ. അങ്ങനെ ഒരു ധീരമായ നിലപാടെടുക്കുന്നതിന് പകരം ഇടതുപക്ഷ സർക്കാർ എന്താ കാണിച്ചത്? VN വാസവൻ എന്ന മന്ത്രി ആ മതമേലധ്യക്ഷന്റെ അരമനയിൽ പോയിട്ട് സംസാരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയുകയാണ്, അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാണ്, പണ്ഡിതനാണ്, ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്റർ ആണ്. അപ്പൊ സർക്കാരിന് ഇവിടെ പിന്നെന്താ റോള്? P. ജയരാജന്റെ പുസ്തകം ഇറങ്ങുന്നു, കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടോ? പിണറായി വിജയനാണല്ലോ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് അന്വേഷിച്ചൂടെ? അദ്ദേഹത്തിന്റെ കയ്യിലാണ് ആഭ്യന്തര വകുപ്പ് ഉള്ളതെങ്കിൽ അന്വേഷിക്കാലോ. നിങ്ങളുടെ തന്നെ തലമൂത്ത ഒരു നേതാവ്, യശശരീരനായ നമ്മുടെ ഈ കോടിയേരി ബാലകൃഷ്ണൻ സഖാവ്, അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൽ പ്രസംഗിച്ച എന്താ? UDF-നെ നയിക്കുന്നത് അമീർ ഹസൻ കുഞ്ഞാലിക്കുട്ടി ഗ്രൂപ്പാണ്. അപ്പൊ അമീർ എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, ഹസൻ MM ഹസൻ UDF-ന്റെ കോൺഗ്രസിന്റെ നേതാവ്, കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിന്റെ നേതാവ്. ഇങ്ങനെ 3 മുസ്ലിം സംജ്ഞകൾ ഒരുമിച്ച് വെച്ചുകൊണ്ട് മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയിട്ട് ഹിന്ദു വോട്ട് കൺസോളിഡേഷന് വേണ്ടി CPM തന്നെയും കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഒരു സാമൂഹ്യ നിർമ്മിതിയും സാമൂഹ്യ രാഷ്ട്രീയ നരേഷനും ഇവിടെ CPM അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അപകടത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ അർത്ഥത്തിലാണ് പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമോഫോബിയ എന്ന പ്രശ്നത്തിന്റെ കേരളത്തിൽ അതിന്റെ പ്രൊഡ്യൂസേഴ്സ്, അത് ഉൽപ്പാദിപ്പിക്കുന്നത് CPM ആണെങ്കിൽ അതിന്റെ നേട്ടം കൊയ്യുന്നത് CPM അല്ല, അതിന്റെ നേട്ടം കൊയ്യുന്നത് ഇപ്പൊ BJP ആണ്. അതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ ഈഴവ സമൂഹം എന്ന് പറയുന്നത് കാലാകാലങ്ങളായി CPM-ന്റെ ഉറച്ച സമുദായ വോട്ട് ബാങ്ക് ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഈഴവ സമൂഹത്തിൽ നിന്ന് 35% വോട്ട് ഇത്തവണ പോയത് BJP-യിലേക്കാണ് എന്ന് റിപ്പോർട്ട് ചെയ്തത് ദ ഹിന്ദു ദിനപത്രമാണ്. CPM ഈ അപകടത്തെ കുറിച്ച് അവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളത് അവരാണ് പരിശോധിക്കേണ്ടത്. മുസ്ലിം വിരുദ്ധതയിലൂടെ, ഇസ്ലാമോഫോബിയുടെ ഉൽപാദനത്തിലൂടെ തങ്ങൾക്ക് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടാക്കാം എന്നാണ് CPM വിചാരിക്കുന്നതെങ്കിൽ, നിങ്ങൾ നിർമ്മിച്ചു വെക്കുന്ന ഇസ്ലാമോഫോബിയയുടെ അന്തരീക്ഷത്തിലൂടെ ഇവിടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത്, അതുണ്ടാകുന്നത് നിങ്ങൾക്കായിരിക്കില്ല, അത് BJP-ക്കായിരിക്കുമെന്ന വളരെ സാമാന്യമായ രാഷ്ട്രീയ വിദ്യാഭ്യാസം നിങ്ങൾക്ക് ഇല്ലാതെ പോകുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. ഇസ്ലാമോഫോബിയയെ അതിന്റെ മെറിറ്റിലും അതിന്റെ സാന്ദ്രതയിലും അഭിമുഖീകരിക്കുവാനുള്ള രാഷ്ട്രീയ ധീരതയാണ് CPM-നെ പോലുള്ള പ്രസ്ഥാനങ്ങൾ കാണിക്കേണ്ടത്.
എന്ന് മാത്രമല്ല, ഞാൻ ഒന്നുകൂടി കടന്നു പറയുന്നു, പുതിയ കാലത്ത് നമ്മൾ പലപ്പോഴും കേരളത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നവോത്ഥാനത്തെക്കുറിച്ച് പറയാറുണ്ട്. എന്താണ് നവോത്ഥാനം എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് ദക്ഷിണ കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു കാലത്ത് ജാതി വിവേചനം വളരെ സാമ്പ്രദായികമായി തന്നെ ഇവിടെ നടപ്പിലാക്കപ്പെട്ട ഒരു കാലത്ത്, എന്ന് പറഞ്ഞാൽ ദലിതൻ, ജാതിയിൽ താഴ്ത്തപ്പെട്ടവൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദൂരെ കൂടി നടന്നു പോകണം, അവൾക്ക് വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമില്ല, വേദം കേട്ട ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം, അവർക്ക് കൂലി കൊടുക്കില്ല, അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശമില്ല. അങ്ങനെ ഈ നാട്ടിലെ പറയൻ, പുലയൻ, ദലിതൻ, ആദിവാസി, ഈഴവൻ അടക്കമുള്ള എല്ലാ പിന്നാക്ക സമുദായങ്ങളെയും പൊതുധാരയിൽ നിന്നെല്ലാം അകറ്റി നിർത്തപ്പെട്ട ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നുവല്ലോ. ആ കാലത്ത് അതിനെതിരിൽ പോരാട്ടം നയിച്ചവരാരാണ്? അവര് മഹാത്മാ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും പൊയ്കയിൽ അപ്പച്ചനെയും പോലുള്ള ആളുകളാണ്. ഒരു സമൂഹം വളരെ നോർമലൈസ് ചെയ്ത, വളരെ സ്വാഭാവികവൽക്കരിച്ച ഒരു സാമൂഹ്യ തിന്മക്കെതിരിൽ പോരാട്ടം നയിച്ചു എന്നുള്ളതാണ് കേരളീയ നവോത്ഥാനത്തിന്റെ സുപ്രധാന ഉള്ളടക്കമെങ്കിൽ, ഇന്ന് 2024 നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്നത്തെ സമൂഹം വളരെ സാധാരണവൽക്കരിച്ച, വളരെ നോർമലൈസ് ചെയ്ത ഒരു സാമൂഹിക തിന്മയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. എന്തിനും ഏതിനും മുസ്ലിങ്ങൾ അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ അതിന് സാമൂഹിക അംഗീകാരം കിട്ടും. നിങ്ങൾ എന്തും എടുത്ത് പരിശോധിച്ച് നോക്കും, മുസ്ലിം ടെർമിനോളജിയുമായി ഒന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, പിന്നെ അതിന് ഭയങ്കര സ്വീകാര്യതയായി. ഈ ഒരു അന്തരീക്ഷം ദൗർഭാഗ്യവശാൽ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതൊരു കേരളത്തിലെ മാത്രം പ്രതിഭാസമല്ല, ഇന്ത്യയിലുള്ള ലോകത്തുള്ള പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് BSP തെരഞ്ഞെടുപ്പ് തോറ്റപ്പോ ഇനി മുതൽ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് ടിക്കറ്റ് കൊടുക്കൂല എന്ന് അതിന്റെ ചീഫ് മായാവതി പത്രസമ്മേളനത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഇസ്ലാമോഫോബിയ നോർമലൈസ് ചെയ്യപ്പെട്ട, ഇസ്ലാമോഫോബിയ സ്വാഭാവികവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ പുതിയ കാല നവോത്ഥാന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കലാണ്. ഈ ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലെ മുസ്ലിങ്ങളോട് സാമൂഹികമായും രാഷ്ട്രീയമായും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ്. അങ്ങനെ മുസ്ലിങ്ങളോട് സാമൂഹികമായും രാഷ്ട്രീയമായും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വംശീയ ഉള്ളടക്കമുള്ള ഇസ്ലാമോഫോബിയക്കെതിരെ നിലപാടെടുക്കുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിന്റെ നേതാക്കൾക്കും ഇവിടുത്തെ സാംസ്കാരിക നായകർക്കും ഇവിടുത്തെ സാഹിത്യകാരന്മാർക്കും ഇവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും സാധിക്കുമോ എന്ന $1 മില്യൺ ക്വസ്റ്റ്യനാണ് പ്രിയമുള്ളവരെ നമുക്ക് സമൂഹ മധ്യേ ഇവിടെ വെക്കാനുള്ളത്. അല്ല, പൊതുവെ ഒലിച്ചു പോകുന്നതോടൊപ്പം നമ്മളും അതിന്റെ കൂടെ ചേർന്നുകൊണ്ട് നമ്മളും മുസ്ലിം വിരുദ്ധ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് ചരിത്രത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു ക്രൈമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ആ ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള ആശയ പ്രചരണങ്ങളുടെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യയിൽ 20 കോടിയിൽ പരം വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ രാഷ്ട്രീയമായ മുന്നോട്ടു പോക്കിന്റെ സാധ്യതകൾ ആരായുന്നതിന്റെ ഭാഗം കൂടിയിട്ടാണ് SIO-വിനെ പോലെയുള്ള സംഘടനകൾ ഹംലയെ കുറിച്ചും ബാബരിയെ കുറിച്ചും ക്ലോസ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ചാപ്റ്ററുകളെ കുറിച്ച്, തകർക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന നിർമ്മിതികളെ കുറിച്ച്, തീർപ്പാക്കി കളഞ്ഞു എന്ന് പറയുന്ന നിയമവ്യവഹാരങ്ങളെ കുറിച്ച് നിരന്തരം SIO-വിനെ പോലെയുള്ള സംഘടനകൾ സംസാരിക്കുന്നതിന്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാഷ്ട്രീയത്തിന്റെ പ്രാധാന്യം സമൂഹത്തിൽ വീണ്ടും വീണ്ടും തുറന്നു പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഹംലയെക്കുറിച്ചും ബാബരിയെക്കുറിച്ചും സംസാരിക്കുമ്പോൾ നീതിയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. നീതിബോധം നിയമബോധമല്ല. നിയമബോധത്തിനപ്പുറം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോട്ടെ തിരിക്കുകയാണ്. അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത്. നിയമത്തിന്റെ വഴിക്കല്ല, നിയമം നീതിയുടെ വഴിക്കാണ് പോകേണ്ടത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ആ ഉയർന്ന നീതിബോധത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നിങ്ങളുടെ വിദ്യാർത്ഥി കാലഘട്ടത്തെ ഷേപ്പ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് SIO-വിന്റെ ഈ സമ്മേളനത്തിന് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.